أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ووصينا الإنسان بوالديه حملته أمه وهنا على وهن وفصاله في عامين أن اشكر لي ولوالديك إلي المصير. وإن جاهداك على أن تشرك بي ما ليس لك به علم فلا تطعهما وصاحبهما في الدنيا معروفا واتبع سبيل من أناب إلي ثم إلي مرجعكم فأنبئكم بما كنتم تعملون. ഏറെ സ്നേഹ ബഹുമാനമുള്ള സഹോദരിമാരെ, പ്രിയം നിറഞ്ഞ വിദ്യാർത്ഥിനികളെ, MSM സംഘടിപ്പിച്ചിട്ടുള്ള അവധിക്കാല മതവിദ്യാഭ്യാസത്തിന്റെ ഭാഗമായ മോറൽ സ്കൂളിലെ അവസാനത്തെ സുദിനത്തിലാണ് നമ്മൾ ഇൻഷാ അല്ലാഹ് ഇന്ന് ഒത്തുകൂടിയിട്ടുള്ളത്. കഴിഞ്ഞ 2 ദിവസങ്ങളിലായി ഇസ്ലാമിലെ വളരെ പ്രധാനപ്പെട്ട 2 അധ്യായങ്ങൾ നമ്മൾ ചർച്ച ചെയ്തു. ഒന്ന് പരലോകം, ഖുർആനിലും ഹദീസിലും എന്ന വിഷയം. രണ്ടാമത്തെ ദിവസം ഇസ്ലാമിന്റെ മൗലിക ആദർശമായ തൗഹീദും ശിർക്കും എന്ന വിഷയത്തെ സംബന്ധിച്ച്. ഇന്ന് നമ്മൾ ഇൻഷാ അല്ലാഹ് ചർച്ച ചെയ്യുവാൻ ഉദ്ദേശിക്കുന്ന നമ്മുടെ വിഷയം മാതാപിതാക്കളോടുള്ള കടമകളും കടപ്പാടുകളും എന്ന വിഷയത്തെ കുറിച്ചാണ്. മാതാപിതാക്കളോടുള്ള കടപ്പാടുകൾ അല്ലെങ്കിൽ കടമകളും ബാധ്യതകളും എങ്ങനെ വേണമെങ്കിലും നമുക്ക് എഴുതാം. അപ്പൊ ഇന്നത്തെ 3ാമത്തെ വിഷയത്തിന്റെ പേരെന്താണ്? മാതാപിതാക്കളോടുള്ള കടമകളും ബാധ്യതകളും. ബുക്ക് കൊണ്ടിട്ടില്ലല്ലേ? ഇന്നലെ കൊണ്ടുവന്ന ബുക്ക് കൊണ്ടയച്ചാ പഠിപ്പൊക്കെ കഴിഞ്ഞാ? നാളെ അടുത്ത ആഴ്ച ക്ലാസ് എടുത്തോണ്ട് പഠിപ്പൊക്കെ കഴിഞ്ഞ ബുക്കൊക്കെ എടുത്ത് വെച്ചിരുന്നു. അല്ലെങ്കിൽ അടുത്ത ആഴ്ച ക്ലാസ് എടുത്തോണ്ട് പഠിപ്പൊക്കെ കഴിഞ്ഞിങ്ങനെ ബുക്കൊക്കെ എടുത്ത് വെച്ചിരുന്നു. ഇന്നലെ കൊണ്ടുവന്നിട്ടില്ല. ഇന്നലെ കൊണ്ടുവന്നതിന് എന്തുകൊണ്ടിട്ടില്ല? പെൺകുട്ടികള് മാഷാ അല്ലാഹ് ഫുള്ള് ബുക്കും പേനയും കൊണ്ട്, ആൺകുട്ടികള് ഒരാള് ഉഷാറായി. ഓ മാഷാ അല്ലാഹ്. അപ്പോ 9ാം ക്ലാസ്സിലുള്ളവര് 8ാം ക്ലാസ്സിലുള്ളവരൊക്കെ ഇങ്ങനെ ആകാൻ പാടുണ്ട? ഇല്ല, ഇൻഷാ അല്ലാഹ് ഉഷാറാണ്ട. ഇൻഷാ അല്ലാഹ്. അപ്പൊ ഞാൻ അടുത്ത തവണ എന്തായാലും ഇതേമാതിരി കൊണ്ടുവരണം കേട്ടോ. ഇൻഷാ അല്ലാഹ് നമ്മള് ഇടക്ക് ഇതേപോലെ നമുക്ക് എന്ത് ചെയ്യണം? ക്ലാസ്സുകൾ എടുക്കണം. 2 ആഴ്ച കൂടുമ്പോഴോ 1 മാസം കൂടുമ്പോഴൊക്കെ ഒരു ക്ലാസ് വിദ്യാർത്ഥികൾക്ക് വേണ്ടി നമുക്ക് ഇൻഷാ അല്ലാഹ് നടത്തണം. നിങ്ങൾ റെഡിയല്ലേ? ഇൻഷാ അല്ലാഹ്. ഈ ബുക്ക് ഇനി കളയരുത്. അതുകൊണ്ട് മൂലക്കിടുവോ?
ഇത് എടുത്തേക്കണം. ഇനി ഇതേപോലെ ഒരു മാസത്തിൽ ഒരു ക്ലാസ് നമ്മൾ ഇൻഷാ അല്ലാഹ് നടത്തും. ഒരു മാസത്തിൽ ഒന്ന്. അപ്പൊ ആ ബുക്ക് ഇതേപോലെ കൊണ്ടുവരണം. അങ്ങനെ ഓരോ വിഷയം നമ്മള് ഇൻഷാ അല്ലാഹ് പഠിക്കണം. പഠിക്കണ്ടേ? ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു. നിങ്ങളിൽ ഏറ്റവും ഉത്തമന്മാർ ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു. നിങ്ങളിൽ ഏറ്റവും ഉത്തമൻ ആരാണ്? ഖുർആൻ പഠിപ്പിക്കുകയും പഠിക്കുകയും ചെയ്യുന്നവരാണ്. അപ്പോ ഖുർആൻ പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ ഖൈറായ കാര്യം. മനസ്സിലായില്ലേ? അതുകൊണ്ട് നമ്മള് അള്ളാന്റെ ദീന് പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു പേനയും ഒരു ബുക്കും നമ്മൾ ചെലവാക്കിയാൽ അത് വലിയ കൂലിയാണ്. മാത്രല്ല സ്വർഗത്തിലേക്കുള്ള വഴി നമുക്ക് എളുപ്പമാകും കേട്ടോ. ഇൻഷാ അല്ലാഹ്. നമ്മൾ ഇന്നത്തെ പഠിക്കുന്ന വിഷയത്തിന്റെ പേരെന്താണ്? മാതാപിതാക്കളോടുള്ള കടമകളും ബാധ്യതകളും. കടപ്പാടുകൾ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അതിന്റെ അർത്ഥം മനസ്സിലാവില്ല. കടമ എന്ന് പറഞ്ഞാൽ എന്താണ്? കടമ നിർവഹിക്കുക എന്നാണ് നമ്മളെ ഉത്തരവാദിത്വം നിർവഹിക്കുക. ബാധ്യത എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് അല്ലാഹു ഏൽപ്പിച്ച ഒരു ബാധ്യത, അത് നമ്മൾ നിർവഹിക്കുക. അപ്പൊ നമ്മുടെ ഉത്തരവാദിത്വവും നമ്മുടെ കരാറുകളും നമ്മൾ പാലിക്കുന്നതിന്റെ ഭാഗമാണ് പല വിഷയങ്ങളോടും അല്ലാഹു നമ്മൾ കൽപ്പിച്ചിട്ടുണ്ട് അല്ലെ. പല കാര്യങ്ങളും നമ്മൾ ബാധ്യതകൾ നിർവഹിക്കണ്ടേ, പല കടമകളും നമ്മൾ ചെയ്യണം. അതിൽപ്പെട്ട ഒരു കാര്യമാണ് എന്ത്? മാതാപിതാക്കളോടുള്ള കടമകളും ബാധ്യതകളും. നമുക്കറിയാം അള്ളാഹുവിന്റെ ഇസ്ലാം ദീനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ മാത്രം ആരാധിക്കണം എന്ന് പറഞ്ഞ ഏകദൈവ വിശ്വാസത്തിന് ശേഷം ഏറ്റവും വലിയ ബാധ്യതയായും അവകാശമായും അള്ളാഹു സുബ്ഹാനഹു വ തആല അതിന് നേരെ താഴെ നമ്മളോട് പറഞ്ഞ ഒരു കാര്യമാണെന്ത്? മാതാപിതാക്കളോടുള്ള കടമകളും ബാധ്യതകളും നിങ്ങൾ നിർവഹിക്കണം എന്ന്. അതേപോലെ തന്നെ ഹദീസുകളിലും അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതെന്താ? അല്ലാഹു തആലയോടുള്ള കടമകൾ കഴിഞ്ഞാൽ, ബാധ്യതകൾ കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഏറ്റവും കൂടുതൽ നന്മകൾ ചെയ്യേണ്ടത് ആർക്കാണ്? മാതാപിതാക്കൾക്ക് വേണ്ടിയാണ്. ഈ കാര്യം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളത് കൊണ്ട് തന്നെ ആ കാര്യം നമ്മൾ എന്ത് ചെയ്യണം? ഒന്നാമതായി വിഷയത്തെ മനസ്സിലാക്കണം. ഈ വിഷയത്തിൽ നമ്മൾ ഒന്നാമതായി എഴുതി വെക്കേണ്ടതും പഠിക്കേണ്ടതുമായ ആയത്ത് ഏതാണ്? അധ്യായം ഏതാണ്? 17-ാം അധ്യായം സൂറത്ത് അൽ ഇസ്രാ. എന്താ അർത്ഥം? 17-ാം അധ്യായം സൂറത്ത് ഇസ്രാ. സൂറത്തുൽ ഇസ്രാ. ഈ സൂറത്തുൽ ഇസ്രായിലെ 23, 24 രണ്ട് ആയത്തുകൾ. എന്താണ്? 17-ാം അധ്യായം സൂറത്തുൽ ഇസ്രായിലെ 22, 23 രണ്ട് ആയത്തുകൾ. ഇതിലൂടെ അല്ലാഹു തആല നമ്മൾ ഇന്ന് പഠിക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയത്തിന്റെ ഗൗരവവും അതിന്റെ വളരെ പ്രധാനപ്പെട്ട ആശയവും ഉപദേശവും താക്കീതും ഒക്കെ അല്ലാഹു ഇതിലൂടെ പറയുന്നു. സൂറത്തുൽ ഇസ്രാ നിങ്ങൾ ഓതലുണ്ടോ? ഓതിയിട്ടുണ്ട്. ഖുർആനും ഈ 17-ാമത്തെ അധ്യായം ഓതിയിട്ടുണ്ടോ? സൂറത്തുൽ ഇസ്രാ ഓതലുണ്ട്. വലിയ കുട്ടികൾ പഠിച്ചിട്ടില്ല, ഓതലുണ്ട്? ഇല്ല. ഒരു സൂറത്ത് അമ്മ ജ്യൂസ് മാത്രമേ ഓതുള്ളൂ. വലിയ സൂറത്ത് ഓതല്ലേ? അതിൽ സൂറത്തുൽ ഇസ്രാ ഓതി ഉണ്ട്. അപ്പൊ അതില് ഇങ്ങനെ ഒരു ആയത്ത് ഉള്ള വിവരം നമ്മൾ അറിയാത്തത് എന്തുകൊണ്ടാണ്? പരിഭാഷ നോക്കാത്തോണ്ട് അല്ലെ. ഖുർആന് നോക്കി ഓതിയാൽ മാത്രം മതിയോ? പോരാ, മറിച്ച് പരിഭാഷ നോക്കണം, അർത്ഥം അതിന്റെ ആശയവും വായിക്കണം. അതിന് നമുക്കുള്ള ഒരു ഖുർആൻ തഫ്സീറാണ് ഏത്? അമാനി മൗലവി റഹിമഹുള്ളയുടെ ഖുർആൻ വ്യാഖ്യാനം അല്ലെ. 4 വാള്യങ്ങള്.
ആദ്യമൊക്കെ ഭയങ്കര കട്ടിയുള്ള വലിയ 4 വാള്യം എടുത്താ പൊന്തൂലായിരുന്നു. ഇപ്പോഴോ അത് 20-22 വാള്യങ്ങളാക്കി ചെറിയ ചെറിയ ബുക്കാക്കിയിട്ടുണ്ട്, കിതാബാക്കിയിട്ടുണ്ട് അല്ലേ. അപ്പൊ അത് നോക്കണം. ഞാൻ അതില്ലെങ്കിലോ 30 ജുസുള്ള ഖുർആന്റെ ഒറ്റ പരിഭാഷ വീട്ടിലുണ്ടോ? കുഞ്ഞു മുഹമ്മദ് മദനി പറപ്പൂര് എഴുതിയ, അതേപോലെ തന്നെ നിച്ച് ഓഫ് ട്രൂത്തിന്റെ, അതേപോലെ ഉമർ മൗലവിയുടെ തർജുമാനുൽ ഖുർആൻ, ഇതൊക്കെ നമ്മളെ മുജാഹിദ് പണ്ഡിതന്മാർ എഴുതിയ ഖുർആന്റെ പരിഭാഷയാണ്. അപ്പൊ നമ്മള് വീട്ടിൽ അത് ഉണ്ടോ അല്ലേ എന്നുള്ളത് എന്ത് ചെയ്യണം? വീട്ടിൽ പോയിട്ട് ഉമ്മാനോടും പാപ്പാനോടും ചോദിക്കണം. ഇല്ലെങ്കിൽ എന്ത് വേണം? അർജന്റായിട്ട് ഖുർആന്റെ ഒരു കോപ്പി പരിഭാഷ വാങ്ങി വെക്കണം കേട്ടോ. വേണ്ടേ? നിങ്ങളിപ്പോ സ്കൂൾ തുറക്കാൻ പോവാണ്. നോട്ട് പുസ്തകം, ജോമെട്രി ബോക്സ് അല്ലേ, വാട്ടർ ബോട്ടിൽ, ബാഗ്, സ്കൂൾ സിലബസിലേക്ക് വേണ്ട സ്കൂൾ ബുക്കുകള്, ഇതൊക്കെ നമ്മൾ വാങ്ങൂലേ? നല്ല ബുക്ക്, കേടെടുത്താത്ത കീറാത്ത നല്ല പഠിക്കുന്ന കുട്ടികളെ പുസ്തകം അല്ലയോ? 9ാം ക്ലാസ് 10ാം ക്ലാസ് ജയിച്ച കുട്ടികള് എന്ത് ചെയ്യും? കഴിഞ്ഞ വർഷം 10ാം ക്ലാസ്സിലുള്ള കുട്ടികളെ ബുക്ക് വാങ്ങൂലേ? പാഠപുസ്തകത്തിന് വാങ്ങണത് അത് കീറാത്ത നല്ലാണ്. അപ്പോ അത് ദുനിയാവിന്റെ ബുക്കാണ്. അപ്പൊ അതിനൊരു കീറൽ വരാതെ പൊതിഞ്ഞ് ഉഷാറാക്കി നമ്മൾ സൂക്ഷിക്കുന്നുണ്ട്. എന്നാ 2 ചട്ടലുള്ള 30 ജുസുള്ള ഖുർആനും പരിയിലുണ്ട്. പരിഭാഷ ഉണ്ടോ? ഖുർആൻ പരിഭാഷ ഉള്ള കുട്ടികളെന്ന് കൈയ്യടിച്ചാണ്. വീട്ടില് ഖുർആൻ പരിഭാഷ ഉള്ള എത്ര കുട്ടികളുണ്ട്? ഖുർആന്റെ പരിഭാഷ ഉള്ള എവിടെ വെക്കല് തന്നെ അറിയോ? നോക്കിയിട്ടുണ്ടല്ലേ? ഖുർആൻ പരിഭാഷ എവിടെയെന്ന് വെച്ചാൽ വെക്കുന്ന സ്ഥലം തന്നെ അറിയില്ല. നിങ്ങൾ ഖുർആൻ പരിഭാഷന്മാരും വെക്കുന്ന സ്ഥലം കണ്ടിട്ടുണ്ടോ? ഉണ്ട്. കണ്ടിട്ടുള്ളത് നോക്കലുണ്ടോ? തൊട്ടാ ഷോക്കടിച്ചൊന്നുമില്ല. കണ്ണു വിട്ടുവോ? ഒന്നും മുറിയോ? ഖുർആൻ പരിഭാഷ ഒട്ട ഒന്നുമില്ല. അപ്പൊ ഖുർആൻ ഒന്നുമില്ലാതെ പരിഭാഷ എന്തായാലും ഇങ്ങനെ തൊടാം, ഒരു കുഴപ്പമില്ല. മനസ്സിലായിട്ടുണ്ടോ? ഇനി പ്രായപൂർത്തി എത്തിയ പെൺകുട്ടികളാണെങ്കിൽ ഓൾക്ക് മൊബൈലില് ഖുർആൻ എന്ത് ചെയ്യാ? നോക്കാം പറ്റൂലേ? ഒരു കുഴപ്പമില്ല. അപ്പൊ ഏത് സമയത്ത് ഖുർആൻ നമ്മൾ പഠിച്ചെങ്കിൽ നമ്മള് ഇസ്ലാം മതം നമ്മളോട് പഠിപ്പിക്കണ ആശയങ്ങൾ, ആദർശങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. മനസ്സിലായില്ലേ? അപ്പൊ ഖുർആനായിട്ടൊരു ബന്ധം നമുക്ക് എപ്പോഴും എന്ത് വേണം? നമുക്ക് വേണം. മൊബൈലായിട്ട് എപ്പോഴും ബന്ധമല്ല നിങ്ങൾക്ക് അല്ലെ? ടിക്ടോക്കും അതേപോലെ തന്നെ എല്ലാ വീഡിയോസുകളും നമ്മൾ കാണല്ലേ? ഉണ്ട്. അപ്പൊ അതിന്റെ കൂട്ടത്തിൽ അതിനേക്കാൾ കൂടുതൽ ഖുർആനായിട്ട് ബന്ധമുണ്ട്. നമ്മള് ഫസ്റ്റ് ക്ലാസ്സിൽ ഒരു സൂറത്ത് എന്ന് ഓതണം എന്ന് പറഞ്ഞു. രാത്രി ഏതാ? രാത്രി ഓതേണ്ട സൂറത്ത് സൂറത്തുൽ മുൽക്ക്. അത് ഞാൻ പറഞ്ഞതിന് ശേഷം ഓതിയ കുട്ടികൾ ആരെങ്കിലും ഉണ്ടോ? പള്ളിയിലുള്ളത് വെറുതെ നോളറിയാൻ പാടില്ല, സത്യം പറഞ്ഞാൽ ഉണ്ടാ? അപ്പൊ ഇതിൽ കൂടെ കേട്ട് ഇതിൽ കൂടെ ഇതിലൊരു 2 ഓട്ടയും ഒറ്റ പൈപ്പാ തോന്നുന്നു. ഇതിലെ കേട്ട് ഇതിലെ പോവുക. ഇത് തലച്ചോറിനുള്ളിൽ കേറണില്ലേ? കേറണ്ടേ? ഇൻഷാ അല്ലാഹ് കേറണം. അപ്പൊ ഇന്ന് നമ്മള് ക്ലാസ് അവസാനിപ്പിക്കുമ്പോ അള്ളാഹു മരിച്ചെന്നാല് പരലോകത്ത് വിചാരണ ചെയ്യും. നമ്മളെന്നല്ല പറഞ്ഞില്ലേ, പറഞ്ഞില്ലേ? ആ വിചാരണ ചെയ്യുമ്പോ അള്ളാഹ് ചോദിക്കും, 3 ദിവസം ഈ പുൽപ്പറമ്പ് സലഫി മസ്ജിദിൽ വെച്ച് മോറൽ ക്ലാസ് സംഘടിപ്പിച്ചപ്പോൾ നിങ്ങൾക്ക് കുറെ കാര്യങ്ങള് ഉസ്താദ് മൗലവി പഠിപ്പിച്ചു തന്നിരുന്നല്ലോ. നിങ്ങളത് നോട്ട് പുസ്തകം പെന്നായിട്ട് വന്നിരുന്നു. ചിലവര് എഴുതിയില്ല, ചിലവര് പഠിച്ചില്ല, അവിടെ കൊണ്ടുപോയിട്ടു. നാളെ അള്ളാന്റെ കോടതിയിൽ നിങ്ങൾ എന്താ മറുപടി പറയാ? പഠിച്ചില്ല എന്ന് പറഞ്ഞാൽ അള്ളാഹ് വിടുവോ? ഇല്ല. ശിക്ഷിക്കും, ഒരു സംശയമില്ല. എന്നാ പഠിച്ചു എന്ന് പറഞ്ഞാലോ അൽഹംദുലില്ലാഹ് ഫുള്ളായിട്ടില്ല, ശിക്ഷിക്കൂല. പഠിച്ചു എന്ന് പറഞ്ഞാലോ ഇഷ്ടം പോലെ കൂലി തരും, സ്വർഗത്തേക്ക് എളുപ്പത്തിൽ പോകാം. അപ്പൊ നമ്മൾ ഈ പഠിക്കുന്നതും ഈ എഴുതുന്നതും റിപ്പീറ്റ് ചെയ്യണം. മനസ്സിലായില്ലേ? അപ്പൊ ഖുർആന്റെ പരിഭാഷ വീട്ടിലുണ്ട് നിങ്ങൾ പറഞ്ഞു. ഇൻഷാ അല്ലാഹ് ഖുർആൻ പരിഭാഷ ഖുർആൻ ഓതുമ്പോ എന്ത് ചെയ്യാ? ഓതുന്ന ആയത്തുകൾ അർത്ഥം വായിക്കുക കേട്ടോ. അങ്ങനെ വായിച്ചെങ്കിലാണ് നമ്മൾ ഇന്ന് എടുക്കാൻ പോണ വിഷയത്തിന്റെ പ്രധാനപ്പെട്ട ഈ കാര്യം ഖുർആനിൽ അല്ലാഹ് പറഞ്ഞ് നമുക്ക് മനസ്സിലാവുള്ളൂ. മാതാപിതാക്കളോടുള്ള കടമകളെ കുറിച്ചും ബാധ്യതകളെ കുറിച്ചും
അള്ളാഹു നമ്മെ താക്കി നൽകുന്ന ഖുർആനിലെ അധ്യായവും ആയത്ത് നമ്പറും ഏതാണ്? നിങ്ങൾ എഴുതിയത് ഏതാ? 17-ാം അധ്യായം സൂറത്തു ഇസ്രാ. എത്രാമത്തെ ആയത്താ? 22ആണോ? അല്ല, 23, 24 നമ്മള് 6 മണിന്റെ മുമ്പ് ഒരു ചെറിയ ക്വിസ് മത്സരം ഉണ്ടാവും. അവസാനം ഈ 3 ദിവസം ക്ലാസ്സിലെടുത്ത ഇതിന് ചെറിയൊരു 15 ക്വിസ് മത്സരം. അതിന് ഞാൻ ചോദ്യം ഇങ്ങനെ ചോദിക്കും, നിങ്ങൾ ഉത്തരം ബുക്കിൽ എഴുതുക. അപ്പൊ നല്ല ശ്രദ്ധിച്ച് കേട്ടോളൂ, എഴുതിയെടുത്തോളൂ. أعوذ بالله من الشيطان الرجيم. وقضى ربك ألا تعبدوا إلا إياه وبالوالدين إحسانا إما يبلغن عندك الكبر أحدهما أو كلاهما فلا تقل لهما أف ولا تنهرهما وقل لهما قولا كريما واحفظ لهما جناح الذل من الرحمة وقل رب ارحمهما كما ربياني صغيرا. ഇതാണ് ആയത്ത്. ഇതിനർത്ഥം ഞാനൊന്ന് പറയാം. അപ്പോ ശരിക്ക് ശ്രദ്ധിച്ചോളി. മാതാപിതാക്കളോടുള്ള കടമകളും കടപ്പാടുകളും നിർവഹിക്കാൻ അള്ളാഹു നമ്മെ പഠിപ്പിക്കുന്ന വിശുദ്ധ ഖുർആനിലെ ആയത്ത് ഏത് അധ്യായത്തിലാണ്, എത്രാം നമ്പറാണ്? ഇതൊരു ചോദ്യം വരാൻ പോണതാണ്. അപ്പൊ തന്നെ എന്ത് ചെയ്തോളി, എഴുതി വെച്ചോളി. അപ്പോൾ നിങ്ങൾക്ക് ഉത്തരം കിട്ടുള്ളൂ. ഇനി അർത്ഥം ഞാൻ പറയാം. അല്ലാഹു തആല പറയുന്നു, വഖദാ റബ്ബുക, നിന്റെ റബ്ബ് കൽപ്പിച്ചിരിക്കുന്നു അല്ലെങ്കിൽ വിധിച്ചിരിക്കുന്നു, അല്ലാ തഅബുദൂ ഇല്ലാ ഇയ്യാഹു, അവനെ അല്ലാതെ നിങ്ങൾ മറ്റാരെയും ആരാധിക്കരുത്. അപ്പൊ അള്ളാഹ് എന്താ നമ്മളോട് കൽപ്പിച്ചിട്ടുള്ളത്? അള്ളാഹനെ മാത്രം ആരാധിക്കുക എന്ന് നമ്മൾ പറഞ്ഞല്ലോ. അപ്പൊ ഈ വിഷയം 1.25 ലക്ഷം അമ്പിയാക്കന്മാരൊക്കെ പറഞ്ഞതല്ലേ? അഫ്ളലു മാ ഖുൽതു അന വന്നബിയ്യൂന മിൻ ഖബ്ലി ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ്, എനിക്കും മുമ്പ് കഴിഞ്ഞു പോയ പ്രവാചകന്മാരും ഞാനും പ്രഖ്യാപിച്ചതിൽ വെച്ച് ഏറ്റവും വലിയ പ്രഖ്യാപനം ഏതാണ്? ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹുവിനെ അല്ലാതെ മറ്റാരെയും നിങ്ങൾ ആരാധിക്കരുത്. അപ്പൊ ഈ സൂറത്തുൽ ഇസ്രായിൽ 23-ാമത്തെ ആയത്തിൽ അള്ളാഹ് ഒന്നാമതായി കൽപ്പിക്കുന്ന കാര്യം എന്താണ്? അള്ളാഹുവിനെ അല്ലാതെ നിങ്ങൾ മറ്റാരെയും ആരാധിക്കരുത്. അത് കഴിഞ്ഞിട്ട് പിന്നെ അള്ളാഹ് പറയുന്നത് എന്താണ്? നിങ്ങൾ നിസ്കരിക്കണമെന്നോ നോമ്പ് വെക്കണമെന്നോ കച്ചവടം ചെയ്യണമെന്നോ തിന്നണം കുടിക്കണമെന്നോ ഒന്നുമല്ല. ഇവരെന്താ പറയുന്നത്? നേരെ താഴെ അള്ളാഹു തആല ഒട്ടിച്ചേർത്ത് പറയുകയാണ്, വബിൽവാലിദൈനി ഇഹ്സാനാ, നിങ്ങളുടെ മാതാപിതാക്കൾക്ക് നിങ്ങൾ നന്മ ചെയ്യണമെന്ന്. മാതാപിതാക്കൾക്ക് പുണ്യം ചെയ്യണം, നന്മ ചെയ്യണം എന്നും. അപ്പൊ അള്ളാഹനെ മാത്രം നിങ്ങൾ ആരാധിക്കാവൂ, അവനല്ലാത്ത ഒരാളെ നിങ്ങൾ ആരാധിക്കാൻ പാടില്ല എന്ന് അള്ളാഹ് ശക്തമായി പറഞ്ഞിട്ട് അതിന്റെ താഴെ പിന്നെ പറഞ്ഞ കാര്യം എന്താ? നിങ്ങളുടെ മാതാപിതാക്കൾക്ക് നിങ്ങൾ പുണ്യം ചെയ്യണമെന്ന് നിങ്ങളോട് കൽപ്പിക്കുന്നു. അപ്പൊ മാതാപിതാക്കൾക്ക് പുണ്യം ചെയ്യുക എന്നത് അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക എന്ന തൗഹീദ് എത്ര പ്രാധാന്യമുള്ളതാണോ അതുപോലെ പ്രാധാന്യം ഉള്ള കാര്യമാണ്. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അറിയില്ലേ?
സഹാബിയല്ലേ? ഏറ്റവും കൂടുതൽ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന സഹാബി ആരാ? പറയാ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. സഹാബികളുടെ പേര് കേൾക്കുമ്പോൾ എന്ത് പറയണം? സഹാബികളുടെ പേര് കേൾക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുചരന്മാരായ സഹാബികളുടെ പേര് കേൾക്കുമ്പോൾ നമ്മൾ എന്താ പറയേണ്ടത്? റളിയല്ലാഹു അൻഹു അല്ലേ? മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് കേൾക്കുമ്പോൾ എന്ത് പറയണം? സല്ലല്ലാഹു അലൈഹി വസല്ലം. അമ്പിയാക്കളുടെ പേര് കേൾക്കുമ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അല്ലേ? ബീബിമാരുടെ പേര് കേൾക്കുമ്പോഴോ മറിയം റളിയല്ലാഹു അൻഹ, ആസിയ റളിയല്ലാഹു അൻഹ, അല്ലെങ്കിൽ ആസിയ ബീബി അല്ലേ അലൈഹിസ്സലാമോ അല്ലെ റളിയല്ലാഹു അൻഹ എന്നൊക്കെ പറയണം. എന്തുകൊണ്ടാണ് പറയാൻ കാരണം? അള്ളാഹു പ്രത്യേകം തൃപ്തിപ്പെട്ടവരാണ്, ആദരിച്ചവരാണ് അല്ലേ? അപ്പൊ അതുകൊണ്ട് നമ്മൾ അവരെ പേര് കേൾക്കുമ്പോൾ റളിയല്ലാഹു അൻഹു പറയണം. എന്നാലും നമ്മള് പിന്നെ ഹുസൈൻ സലഫി അല്ലെങ്കിൽ എം എം അക്ബർ അല്ലെങ്കിൽ മുജാഹിദ് ബാലുശ്ശേരി എന്നൊക്കെ പറഞ്ഞ പേര് കേൾക്കുമ്പോ നമ്മള് റളിയല്ലാഹു അൻഹു പറയും? ഇല്ല, പറയേണ്ട ആവശ്യമുണ്ടോ? ഓലെ പേര് മാത്രം പറഞ്ഞാൽ മതി അല്ലേ? അപ്പൊ ഇവർക്ക് പ്രത്യേകം എന്തുണ്ട്? പ്രാധാന്യം, പദവിയുണ്ട്. അള്ളാഹ് തൃപ്തിപ്പെട്ടവരാണ്. മാത്രമല്ല അള്ളാഹ് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട് അവരെ പേര് കേൾക്കുമ്പോൾ അങ്ങനെ പറയണമെന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മളത് പറയുന്നത്. അപ്പോ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഒരു ഹദീസ് റിപ്പോർട്ട് ചെയ്യാം. ഒരു സഹാബി വന്നിട്ട്, ഒരു മനുഷ്യൻ സഹാബി വന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയാണ്, എന്ത്? യാ റസൂലല്ലാഹ് അഹഖുൻ നാസി ബിഹുസ്നി സ്വഹാബ. എന്താ ചോദ്യം? അഹഖുൻ നാസി ബിഹുസ്നി സ്വഹാബ. ഞാൻ ഏറ്റവും കൂടുതൽ നന്മ ചെയ്യേണ്ടത് ആർക്കാണ് നബിയെ? അപ്പൊ ഭൂമിയിൽ നമ്മൾ ജീവിക്കുകയാണല്ലോ അല്ലേ? നമ്മൾ ജീവിക്കുകയല്ലേ ഭൂമിയിൽ. അപ്പൊ നമ്മൾ ഏറ്റവും കൂടുതൽ കടപ്പെട്ടതും നന്മ ചെയ്യേണ്ടതും ആർക്കാണ് നബിയെ? ഉടനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറഞ്ഞു, ഉമ്മുക, നിന്റെ ഉമ്മയോട്. അപ്പൊ സ്വഹാബി കേട്ടിട്ട് ചോദിച്ചു, സുമ്മ അയ്യോ? അത് മനസ്സിലായി നബിയെ, ഇനി അടുത്തത് ആർക്കാ? ഉടനെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും മറുപടി പറഞ്ഞു, എന്ത്? ഉമ്മുക, നിന്റെ ഉമ്മയോട്. ഒന്ന് കഴിഞ്ഞ് ശ്രദ്ധിക്കൂ. അപ്പൊ ഒരാള് പറഞ്ഞു ഉമ്മാനോടാ കടപ്പാട് ഏറ്റവും കൂടുതൽ. എനിക്ക് മനസ്സിലായി. ഇനി അടുത്ത ആരോടാ? അടുത്ത ബാപ്പാനോടൊന്ന് കിട്ടല്ലേ അല്ലെ? ഉമ്മ കഴിഞ്ഞ പിന്നെ ആരാ? ബാപ്പയാണ്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ടാമവും ബാപ്പാന്നാണോ പറഞ്ഞത്? അല്ല, പിന്നെ എന്താ പറഞ്ഞത്? ഉമ്മുക, നിന്റെ ഉമ്മയോട്. അപ്പൊ സ്വഹാബി പറഞ്ഞു, അതെ. സുമ്മ അയ്യോ, അല്ലെങ്കിൽ നബി ഇനി ആരോടാ? വീണ്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ എന്താ? ഉമ്മുക, നിന്റെ ഉമ്മയോട്. അപ്പൊ സ്വഹാബി വീണ്ടും ചോദിച്ചു, എനിക്ക് മനസ്സിലായി, സുമ്മ അയ്യോ. അപ്പൊ പറഞ്ഞു, അബൂക, നിന്റെ വാപ്പയോട്. അപ്പോ 1, 2, 3 വട്ടം ആരെ പേരാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? നാലാമത്തതാണ് വാപ്പാന്റെ പേര് അല്ലേ? അപ്പോ ഒരു സ്പോർട്സിൽ പങ്കെടുത്ത് ജയിച്ചാല് 3 മെഡൽ കിട്ടും അല്ലേ? ഏതൊക്കെ മെഡല്? ഫസ്റ്റ് കിട്ടുന്ന മെഡൽ ഏതാ? ഫുട്ബോളോ? ഗോൾഡ്. പിന്നെ കിട്ടണോ സിൽവർ അല്ലെങ്കിൽ വെള്ളി, പിന്നെ വെങ്കലം. അപ്പൊ ശരിക്കും കിട്ടുന്ന മെഡൽ സ്വർണം, വെള്ളി, വെങ്കലം അല്ലേ? അപ്പൊ ഈ 3 പിന്നെ എന്താണ് മെഡലും ആർക്കാ റസൂൽ കൊടുത്തത്? മകക്ക്. സ്വർണ്ണ മെഡലും വെള്ളി മെഡലും വെങ്കലത്തിന്റെ മെഡലും. 4ാമത്തെ മെഡലാണ് ആർക്ക് കൊടുത്തത്? പാപ്പ അല്ലേ? എന്താ കാരണം? ഉമ്മാന്റെ കാൽ ചുവട്ടിലാണ് സ്വർഗം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതിന്റെ അർത്ഥം എന്താ? ഉമ്മാന്റെ കാല് മാന്തി വെക്കലാ? മകൻ നിൽക്കുമ്പോ കാല് പിടിച്ച് പറിച്ചാൽ നിലത്ത് പോകൂലേ? റസൂൽ പറയുന്നത് സ്വർഗം പടണ്ട്, ഞാൻ നോക്കട്ടെ, അതാണ് അതിന്റെ അർത്ഥം? അല്ല. അതിന്റെ അർത്ഥം എന്താണ്? ഈ പറഞ്ഞ ആയത്തിന്റെ ശേഷമുള്ള ആയത്തിൽ അല്ലാഹ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ പഠിക്കണ്ടേ? അപ്പൊ 3 വട്ടം ഉമ്മ എന്ന് പറയാൻ കാരണം എന്താണെന്ന് ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായോ?
മനസ്സിലായിട്ടില്ല? ഒന്നും കൂടി പറഞ്ഞില്ല. ഖുർആൻ അതിനെ പറ്റി പറഞ്ഞു. എന്തുകൊണ്ടാണ് 3 തവണ ഉമ്മയോട് 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 അല്ലാഹു തആല റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ കാരണം? അതാണ് ഞാൻ ആമുഖത്തിൽ ഓതി വെച്ച ആയത്ത്. ഫസ്റ്റ് ഞാൻ ഈ വിഷയം പറഞ്ഞപ്പോ ഹംദു സ്വലാത്ത് ചൊല്ലിയിട്ട് ആയത്ത് ഓതിയില്ലേ? ആ ആയത്ത് 31-ാം അധ്യായം. എത്ര? 31-ാം അധ്യായം സൂറത്തുൽ ലുഖ്മാൻ. അതിന്റെ പേര് സൂറത്ത് ലുഖ്മാൻ. ലുഖ്മാൻ അലൈഹിസ്സലാം. ലുഖ്മാൻ അലൈഹിസ്സലാം ലുഖ്മാൻ നബിയാണോ? ലുഖ്മാൻ പ്രവാചകനാണോ? അല്ല. ലുഖ്മാൻ തത്വജ്ഞാനിയാണ്. അല്ലേ? അള്ളാഹു ഹിക്മത്ത് കൊടുത്ത വലിയ ഒരു പണ്ഡിതനാണ്. അദ്ദേഹത്തിനെ പറ്റി പറയുന്ന അധ്യായത്തിൽ 13-ാമത്തെ ആയത്ത്. എത്രാമത്തെ? 31-ാം അധ്യായം സൂറത്തുൽ ലുഖ്മാനിന്റെ 13-ാമത്തെ ആയത്ത്. അല്ലാഹു തആല അവിടെ പറഞ്ഞു തരുന്നുണ്ട് എന്താണ് 3 വട്ടം റസൂലുള്ളാഹി ഉമ്മാന്റെ സ്ഥാനം ഉയർത്താനുള്ള കാരണം. കേട്ടോളി. أعوذ بالله من الشيطان الرجيم وإذ قال لقمان لا 13 അല്ല 14-ാമത്തെ ആയത്ത്. എത്ര പറഞ്ഞു? 13 പറഞ്ഞു. അത് വിട്ടിട്ട് 14-ാമത്തെ ആയത്ത് കേട്ടോളി. ووصينا الإنسان بوالديه حملته أمه وهنا على وهن وفصاله في عامين. ഇവിടെ അല്ലാഹു പറയാണ് ووصينا الإنسان, മനുഷ്യനോട് അല്ലാഹു വസിയത്ത് ചെയ്തിരിക്കുന്നു. അല്ലാഹു വസിയത്ത് ചെയ്യുക. എന്താ വസിയത്ത് എന്ന അറബി പദം? വസിയത്ത് എന്താ? ആജ്ഞാ നിർദ്ദേശം അല്ലേ? വസിയത്ത്. വാപ്പ മക്കളോട് വസിയത്ത് ചെയ്യാൻ എന്താ? വാപ്പ വിളിച്ചിട്ട് മോനെ ഞാൻ ഗൾഫിൽ പോവുകയാണ്, എന്റെ കുട്ടി 5 നേരം പന്തൽച്ചാൻ പോണം, 5 നേരം നിസ്കരിക്കാൻ പോണം, അല്ലേ? പള്ളിയിൽ പോണം, രാവിലെ ഖുർആന് ഓതണം, മദ്രസത്തെ കാര്യങ്ങളൊക്കെ പഠിക്കണം, സ്കൂളിൽ ലീവാക്കരുത്, അല്ലേ? അമ്മ സാധനം വാങ്ങിക്കൊണ്ടിരാൻ പറഞ്ഞാല് കച്ചറുണ്ടാക്കിയാണ്ട് പോണം, അല്ലെ? അതൊക്കെ സാധനം വാങ്ങി കൊടുക്കണം. ഇത് വാപ്പാന്റെ എന്താണ്? ഗൾഫ് പോണതിന് മുമ്പുള്ള വസിയത്ത്. അപ്പൊ വാപ്പ വസിയത്ത്, വാപ്പാനോട് സ്നേഹം ഉണ്ടെങ്കിൽ ആ വസിയത്ത് എന്ത് ചെയ്യും? നമ്മൾ നിറവേറ്റൂലേ? നിറവേറ്റും. അപ്പൊ അള്ളാഹു വാപ്പാനേക്കാളും പ്രാധാന്യമുള്ള ആളല്ലേ നമുക്ക്, അല്ലേ? അള്ളാഹു ആരാണ്? വാപ്പാനേക്കാളും നമ്മള് ബഹുമാനിക്കേണ്ട, കടപ്പെടേണ്ട, നിർദ്ദേശം സ്വീകരിക്കേണ്ട നമ്മുടെ റബ്ബല്ലേ, അല്ലേ? നമ്മളെ സൃഷ്ടിച്ചവനല്ലേ? അപ്പൊ ആ അള്ളാഹിന്റെ വസിയത്ത് എന്ത്? വസ്വൈനൽ ഇൻസാൻ, മനുഷ്യൻ അള്ളാഹു വസിയത്ത് നൽകിയിരിക്കുന്നു. ആരെ പറ്റി? ബിവാലിദൈഹി, അവന്റെ മാതാപിതാക്കളെ പറ്റി. എന്താണ് ആ മാതാപിതാക്കളെ പറ്റി വസിയത്ത് നൽകിയത്? അത് നമ്മള് സൂറത്തുൽ ഇസ്രായിൽ പറഞ്ഞു, അല്ലേ? അവർക്ക് നിങ്ങൾ പുണ്യം ചെയ്യണം. ഈ ആയത്തിൽ അല്ലാഹു തആല പറയുന്നത് എന്താണ്? ഹമലത്തുഹു ഉമ്മുഹു, അവന്റെ ഉമ്മ അവനെ ഗർഭം ധരിച്ചു, അല്ലേ? നമ്മളെ ഉമ്മ നമ്മളെ 10 മാസം പള്ളിയിൽ കയറിയില്ലേ? നമ്മളെ വാപ്പാന്റെ പള്ളിയിൽ നിന്ന് വന്നല്ല, ഉമ്മാന്റെ പള്ളിയിൽ നിന്ന് വന്ന്, ഉമ്മാന്റെ പള്ളിയിൽ. അപ്പോ ആ ഉമ്മ നമ്മളെ 10 മാസം അല്ലെങ്കിൽ 9 മാസവും ചില്ലറയും നമ്മളെ ഗർഭം ധരിച്ചു. എന്നിട്ട് വഹനൻ അലാ വഹനിൻ, വേദനക്ക് മേൽ വേദന ഉമ്മ സഹിച്ചു, അല്ലേ? ഉമ്മാർക്ക് വയറ്റിലുണ്ടാകുമ്പോ നമ്മളെ കണ്ടിട്ടില്ല, നിങ്ങൾ കണ്ടിക്കണോ? നമ്മളമ്മ ആര് ഗർഭം ധരിക്കുമ്പോ അമ്മാന്റെ വേദന നമ്മൾ കാണുമോ? ഇല്ല. പക്ഷെ നിങ്ങൾ വന്നില്ല, ഞങ്ങളെ താഴെയുള്ളവര്, അല്ലെ? അഞ്ചത്തിയാളില്ലേ? നിങ്ങൾക്ക് അഞ്ചത്തിമാരുണ്ടാവില്ല. അതേപോലെ നിങ്ങൾക്ക് നിങ്ങളെ താഴെ ചെറിയ അഞ്ചത്തിമാരുണ്ടാവും. അപ്പൊ ഓരോ ഉമ്മ പ്രസവിക്കുമ്പോ ഉമ്മാന്റെ വയറങ്ങൾ കണ്ടിട്ടില്ലേ? ഉണ്ടോ? വീർത്തിക്കണില്ലേ? ആ ഉമ്മ ഉറങ്ങുമ്പോ വേദനയാണ്, ജോലി ചെയ്യുമ്പോ വേദന, ഇടക്കിടക്ക് ഉമ്മാക്ക് പ്രഷർ കൂടും, അല്ലേ?
ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും, ടെസ്റ്റ് ചെയ്യും, സൂചി അടിക്കും, മരുന്ന് കുടിക്കും. അപ്പൊ വഹ്നൻ അലാ വഹ്നിൻ, മാതാപിതാക്കൾ വേദനക്ക് മേൽ വേദന സഹിച്ചുകൊണ്ടാണ് നമ്മളെ ഗർഭം ചുമക്കുന്നത്. അപ്പൊ 10 മാസം ഗർഭം ചുമക്കും. പിന്നെയോ അത് കഴിഞ്ഞാട്ട് പ്രസവിക്കുകയാണ്. പ്രസവിക്കുമ്പോഴുള്ള വേദന എത്ര? പ്രസവിക്കുമ്പോഴുള്ള വേദന എത്രയാണ് നമുക്കറിയോ? പ്രസവത്തിന്റെ വേദന, സൂചി അടിക്കുമ്പോഴുള്ള വേദന നമുക്കറിയാം. സൂചി അടിച്ചില്ല മേത്ത് ഉണ്ടല്ലേ? സൂചി അടിക്കുമ്പോൾ തന്നെ നമുക്ക് പേടിയാണ് അല്ലേ? എന്നാൽ ആ ഉമ്മാര് 2, 2.5, 3 കിലോ ഉള്ള ഒരു കുഞ്ഞിനെ ഉമ്മാന്റെ ഗർഭാശയത്തിൽ നിന്ന് പ്രസവിച്ച് പുറത്തേക്ക് ഉമ്മ കൊണ്ടുവരുമ്പോ അത് ഭയങ്കര വേദനയാണ്. അപ്പൊ ചിലവര് പറയും ഇപ്പൊ അതിന് വേദനയുടെ ആവശ്യമില്ല മൗലവി, ഇപ്പൊ വയറ് കീറിയാണ് കുട്ടീനെ അങ്ങനെ എടുക്കില്ലേ, ഓപ്പറേഷൻ സിസേറിയനാണോ? നമ്മളെ വേറെ സിസേറിയൻ നല്ല സുഖാണോ? അല്ല. സിസേറിയൻ ഓപ്പറേഷൻ സാധാരണ പ്രസവത്തെക്കാൾ വേദനയാണ്. ധരിപ്പിച്ചിട്ടാണെങ്കിൽ പിന്നീട് ആ ഇറച്ചിയും മാംസവും ഒക്കെ 3 അറകൾ തുന്നിക്കൂട്ടി പിന്നെ ആ ഉമ്മ സാധാരണ പ്രസവം കഴിഞ്ഞ സ്ത്രീകളെക്കാൾ വേദനയും പ്രയാസമാണ്. അപ്പം കീറിയെടുത്താലും ശരി, സ്വന്തം പ്രസവിച്ചാലും ശരി, വഹ്നൻ അലാ വഹ്നിൻ, വേദനക്ക് മേൽ വേദന സഹിക്കുകയാണ്. അപ്പൊ ഗർഭം ചുമക്കുമ്പോ വേദന, പ്രസവിക്കുമ്പോ വേദന. അത് കഴിഞ്ഞിട്ട് പിന്നുള്ള കിടങ്ങാറ് എന്താ? ഖുർആൻ പറയാണ് 3-ാമത്തത് എന്താണ്? 2 കൊല്ലം ഉമ്മാന്റെ മാരണത്തിൽ നിന്ന് നമ്മൾ എന്താ കുടിക്കുന്നത്? മുലപ്പാലല്ലേ? മുലപ്പാൽ കുടിച്ചിട്ടില്ലേ? മുലപ്പാൽ അതാ വെട്ടിപ്പാല കുടിച്ചത്? അതോ കൈതപ്പാലോ? ഏതാ കുടിച്ചത്? മുലപ്പാലല്ലേ? നിങ്ങളൊക്കെ ഏതാ കുടിച്ചത്? മുലപ്പാല കുടിച്ചിട്ടില്ലേ? അപ്പോ 2 കൊല്ലം കുടിക്കുന്നുണ്ടാവും. കുറച്ചും കൂടി ബിരുദന്മാരാണെങ്കിൽ 2.25 കൊല്ലം 2.5 കൊല്ലൊക്കെ കുടിച്ചു അല്ലേ? ഏതായാലും 2 കൊല്ലം മുലപ്പാല് കുടിച്ച്. അപ്പൊ ആ ഉമ്മാന്റെ ഒരു പ്രയാസങ്ങൾ ആലോചിച്ച് നോക്കി. ഇതുകൊണ്ടാണ് റസൂലിന്റെ അടുത്ത് വന്നൊരു സ്വഹാബിയോട് റസൂലുള്ള 3 തവണ എന്ത് പറഞ്ഞത്? മറുപടി അറിയ എന്ത് പറഞ്ഞത്? ഉമ്മുക്ക ഉമ്മുക്ക ഉമ്മുക്ക. നമുക്കൊരു പാട്ട് പാടിയാലോ? ഇതിന് ഒരു പാട്ട് പാടിയല്ലോ, ഇത് കേൾക്കാൻ തയ്യാറാ? ഗർഭം ചുമന്നത് 10 മാസം തള്ളയാ, പ്രസവിച്ച വേദന തിന്നതും അവൾ തന്നെയാ, പാലും കൊടുത്ത് വളർത്തലും അവളാണ്, ഇവ 3 കാര്യം വാപ്പയിൽ ഒഴിവാണ്. മനസ്സിലായോ? അർത്ഥം പറയാതെ മനസ്സിലായോ? ഗർഭം ചുമന്നത് 10 മാസാരാ? ഉമ്മയാണ്. പ്രസവിച്ച വേദന തിന്നതും ആരാ? ഉമ്മയാണ്. പാലും കൊടുത്ത് വളർത്തിയതുമാരാ? ഉമ്മയാണ്. ഇവ 3 കാര്യവും ബാപ്പയിൽ ഇല്ല. ബാപ്പാര് പ്രസവിക്കുവോ? ബാപ്പാര് പ്രസവിച്ചാൽ പോയിട്ട് ഈ പ്രസവിച്ച കുട്ടിനെ 9 മാസം 10 മാസമുള്ള കുട്ടിനെ ഒന്ന് നോക്കിക്കാണ്. ഞാൻ ഒന്ന് ബാത്റൂം പോയി ചേർന്നാൽ തന്നെ നമ്മള് കുട്ടിനൊക്കെ ഇങ്ങനെ പിടിക്കും ആണുങ്ങൾ, ബാപ്പാര് എങ്ങനെ കൊഞ്ചിക്കുമ്പോ പെട്ടെന്ന് അപ്പിട് മൂത്രയിക്കും. അപ്പൊ ഇതിനെ കൊണ്ടേക്കാറ് അല്ലേ? 1 വയസ്സ് 2 വയസ്സൊക്കെ ഉള്ള കുട്ടികളെ ഒന്ന് ആക്കിയിട്ട് നോക്കി. ഞാനൊന്ന് ഇപ്പൊ ആശുപത്രി പോയി ഇപ്പൊ വരാം, 1 മണിക്കൂറുകൾ നോക്കിയായിരുന്നു ബാപ്പാരോട്. ബാപ്പാര് 1 മണിക്കൂർ കിൽക്കാക്കോട്ടൊക്കെ വെച്ച് ഇങ്ങനെ നോക്കി. കുട്ടിയാണ് നോളിച്ചു തുടങ്ങിയാലോ ബാപ്പ നട്ടോട്ടം പോയി. പഠിച്ചോനെ ഞെത്ത കാട്ടുക അല്ലേ? ഉമ്മാര് രാത്രി ഉറക്കം വെച്ച് കുട്ടികളെ നോക്കൂലേ? കണ്ടിട്ടില്ലേ? ഉമ്മാരടുത്ത് കിടന്നിട്ടില്ലേ? ഉണ്ടാ? ഉണ്ട്. ഉമ്മാര് ഉറക്കം വെച്ചിട്ട് നിങ്ങൾക്ക് വേണ്ടിട്ട് ഉണ്ടോ? ഉണ്ട്. എന്നാല് ബാപ്പാരോട് ബാപ്പാർ അതിന്റെ അപ്പുറത്ത് കിടന്നുണ്ടോ അല്ലേ? കുട്ടികളാണ് നോളിച്ചാ തുടങ്ങിയ കൊണ്ടുപോകത്തില്ല. പീക്കാ കുഞ്ഞനെ മാരി ഒച്ചത് അപ്പുറത്ത് നോക്കോ, അല്ലെങ്കിൽ മൂപ്പര് അപ്പുറത്ത് നോക്കോ. ബാപ്പാർക്ക് കുട്ടികളൊക്കെ കയ്യോ? പ്രസവിച്ച് പാലൂട്ടി താരാട്ടി കുട്ടികളെ നോക്കണമെങ്കിൽ ഉമ്മാർക്ക് കഴിയും. അതുകൊണ്ടാണ് ഉമ്മുക്ക 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 എന്ന് 3 വട്ടം പറയും. അപ്പൊ സ്വർണ്ണ മെഡലും വെള്ളി മെഡലും വെങ്കല മെഡലും ആർക്കാ? ഉമ്മയുടെ കാൽച്ചുവട്ടിലാണ് സ്വർഗമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാനുള്ള കാരണം മനസ്സിലായപ്പോ? മനസ്സിലായി. ചെറുക്കെ മനസ്സിലായിട്ടും കാര്യമില്ല.
ഏറ്റവും കൂടുതൽ ദേഷ്യം പിടിക്കൽ ആരോടാ? പുട്ടുമ്പൊമ്പ് കാട്ടിൽ ആരോടാ? അനുസരണക്കേട് കാണിക്കാൻ ആരോടാ? ഉമ്മാനോടാണോ വാപ്പാനോടോ? ഉമ്മാനോട് അല്ലേ? ഒന്നാലോചിച്ചു. ശരിക്ക് ഈ